കൗസല്യ സുപ്രജ രാമപൂർവ സന്ധ്യ പ്രവർത്തതേ ഉത്തിഷ്ഠ നരശാ. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് എൻ്റെ പ്രഭാത ഗീതം? ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ്. ഇനി താഴത്തോട്ട് കാണിക്കാൻ പറ്റില്ല ഗൈസ്, സീനാണ്. നോർമലി നമ്മൾ ഈ പെട്ടെന്ന് മടക്കൂലോ. ഇത് വെറുതെ ഞാൻ ഈ വീഡിയോ കാണിക്കാനുള്ള പ്രസനത്തിനോട് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രസനം പുതപ്പ് മടക്കുക. ജർമ്മനിയിൽ നമുക്ക് ആദ്യമായിട്ടാണ് പുതപ്പ് മടക്കുന്നത്. ഇന്നത്തെ ടൈം ലൈഫ് ഉണ്ടല്ല, ജീവിതത്തിൽ ആരും കാണിക്കാത്ത ടൈം ലൈഫാണ്. ഓക്കെ, വാ മൂത്രയ്ക്കാൻ മുട്ടണം. ആദ്യം മൂത്രയ്ക്കാം. എൻ്റെ അമ്മ പറഞ്ഞേക്കുന്നത് മൂത്രം വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം കുടിക്കണമെന്ന്. വെള്ളം കുടിക്കാം. ഈ സാധനം ഉണ്ടല്ലോ, മറ്റേ ഫിൽറ്റർ ചെയ്ത വെള്ളം നമ്മൾ കുടിക്കണം. ഇവിടെ ഹാർഡ് വാട്ടറാണ്. അപ്പോൾ ഈ ഫിൽറ്റർ ചെയ്ത വെള്ളം കുടിക്കാണ്ട് രക്ഷയില്ല. ഫിൽറ്റർ ചെയ്യാത്ത വെള്ളം കുടിക്കുമ്പോൾ വായിലൊരു ചൊവ്വയും നല്ല ടേസ്റ്റുള്ള വെള്ളം. എനിക്ക് നമ്മുടെ ആദ്യത്തെ പരിപാടി കാപ്പി കുടിക്കലാണ്. രാവിലെ തന്നെ ഒരു കാപ്പി അങ്ങോട്ട് കുടിക്കാറുണ്ടല്ല, പാലങ്ങാട്ട് അങ്ങോട്ട് കൊണ്ടുവരാറ്. ഇതെന്താ വെള്ളം? വെള്ളം കുറച്ച് വേത്തും വെള്ളം വേണം. കാപ്പി ഉണ്ടാക്കാം ഗൈസ്. നമ്മൾ ഈ കെറ്റില്ലാണ് വെള്ളം നടക്കുന്നത് കാപ്പിക്ക് വേണ്ടി. ഇതാകുമ്പോൾ പെട്ടെന്ന് പരിപാടി. മറ്റേ നെസ്കഫേയുടെ ഈ കോഫി പൗഡർ ഇട്ടാണ് കാപ്പി കുടിക്കാറ്. 1.5 സ്പൂൺ കോഫി പൗഡർ വേണം കേട്ടോ. നല്ല കട്ടപ്പത്തിൽ അങ്ങോട്ട് ഇരിക്കട്ടെ. അങ്ങോട്ട് നമ്മുടെ കാപ്പി സെറ്റ് ഗൈസ്, കുടിച്ചു നോക്കാം. അമ്മ സൂപ്പർ ആണ്. മധുരട്ടായിരുന്നു. മധുരട്ട് കഴിഞ്ഞാൽ പോയി, കാപ്പിടെ പവർ പോയി. ടോയ്ലറ്റിൽ പോയി കാണിക്കില്ല ഗൈസ്, അതിന്റെ പ്രൈവസിയാണ്. അൺലോഡിങ് കഴിഞ്ഞാൽ പരിപാടി അപ്ലോഡിങ് ആണ്. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ എടുക്കാൻ പോകുന്നത് ഇതൊക്കെ നിഖിൽ മച്ചാന്റെ ബ്ലോഗിൽ കാണുള്ളൂ കേട്ടോ. കാണിച്ചാ ഞാൻ വളരെ ലൈറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. 4 മുട്ടയും 6 × 4 24 ഗ്രാം പ്രോട്ടീൻ. ബും. ഇന്ന് നമ്മൾ എടുക്കുന്നത് അവക്കാഡോ ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ മുറിക്കാം. ഇത് ഫുഡ് ഫാറ്റ് ആണെന്നാണ് ഇൻസ്റ്റാഗ്രാമിൽ എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് ഞാനും ചെയ്യുന്നു. വേറെ പരിപാടി ഇല്ല കേട്ടോ. നോർമലി ഇത് പച്ചയാണെന്നുണ്ടെങ്കിൽ പഴുത്താണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇങ്ങനെ പോരും. കാണാം, പച്ചയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുക്കേണ്ടി വരും. പരിപാടി ഇല്ല. അപ്പോൾ അവക്കാഡോ സെറ്റ്. ബാക്കി നമ്മൾ കുരുവാണ് കളഞ്ഞിട്ട് സ്റ്റഡി കുരു ബാക്കി കുരുണ്ടായി ചെപ്പെടുക. ബൈറ്റോ. ഇത് നമ്മൾ ചെയ്യേണ്ടത് മുട്ട ഇവിടെ തിളക്കുന്നുണ്ട്. പാൻ എടുത്ത് നോക്കാം, ഓണാക്കാം. പാൻ ചൂടാക്കി കഴിയുമ്പോൾ പട്ടങ്ങൾ ഇടാം. മെൽക്കലൂ. എന്നിട്ട് ബ്രെഡ് ഇട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്ത് വെക്കാം. അതും കൂടി പ്ലേറ്റിനടുത്ത് വെക്കാം. ഇനി മുട്ടയും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ഫിനിഷ്. ഫുഡ് എടുത്ത് കഴിഞ്ഞാൽ അടുത്ത പരിപാടി പാത്രം കഴുകലാണ്. നമുക്ക് ഈ ജർമ്മനിയിലുണ്ട് ചെറിയ സിങ്കാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് പാത്രം വെച്ചിട്ട് കഴുകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നലെ രാത്രി കഴുകി വെച്ച പാത്രമുള്ളൂ. ഇനി ബാക്കിയുള്ള പാത്രങ്ങൾ നമ്മൾ ഇപ്പോൾ കഴുകണം. പാത്രം കഴുകൽ മഹാമഹം ഡൺ. ഇനി തുണിയും കൂടെ അലക്കാനിട്ട് കഴിഞ്ഞാൽ അപ്പാർട്ട്മെന്റിലെ പരിപാടി തീർന്നു. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി ഇന്ന് ശനിയാഴ്ചയാണ്. മീറ്റ് ഐറ്റംസ് ഒക്കെ ഇവിടെ തീർന്നിരിക്കുകയാണ്. അത് പോയി മേടിക്കണം. പിന്നെ ഇവിടേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടി ഒന്ന് പുറത്തേക്ക് പോകണം. പിന്നെ കുക്ക് ചെയ്യണം. ഈ കുക്കിംഗ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ്. ഈ ശനിയാഴ്ചയാണ് ഇവിടെ എല്ലാവരും അടിച്ചു പൊളിക്കുന്ന ദിവസം. അതെന്താണെന്ന് വെച്ചാൽ ശനിയാഴ്ചയാണ് ഇവിടെ കടകളൊക്കെ എല്ലാം ഓപ്പൺ, ഞായറാഴ്ച എല്ലാം ക്ലോസ്ഡ് ആണ്. ഞായറാഴ്ച റോഹിക് ടാഗാണ്. അതായത് ആ ദിവസം നമ്മൾ ഒച്ചൊന്നും എടുക്കാൻ പാടില്ല, മിണ്ടാണ്ട് അപ്പാർട്ട്മെന്റിൽ അടങ്ങി ഒതുങ്ങി ഇരുന്നോളണം. അതാണ് ജർമ്മൻസിന്റെ പോളിസി. ഇനി എങ്ങാനും നമ്മൾ വല്ല പാർട്ടിയൊക്കെ വെച്ച് ഒച്ചെടുത്ത് കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. കാരണം ഇവിടെ വല്ല ജർമ്മൻ തള്ളച്ചിമാരൊക്കെയാണ് അപ്പാർട്ട്മെന്റിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ അതോഗതിയാണ്. അവർ വന്നിട്ട് ആദ്യം ജർമ്മനിൽ തെറി പറയും, പിന്നെ ഒരു പേപ്പർ ഇറക്കും, പിന്നെ അപ്പാർട്ട്മെന്റിൽ കംപ്ലൈന്റ് ചെയ്യും, പിന്നെ നമ്മൾ ഇറക്കി വിടും. ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ പേരിൽ ഞായറാഴ്ച അടങ്ങി ഒതുങ്ങി അപ്പാർട്ട്മെന്റിൽ ഇരിക്കുക, അതാണ് നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി പോവാം. അതിൻ്റെ ഇടയിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എനിക്കിപ്പോൾ ഇഷ്ടംപോലെ പേഴ്സണൽ മെസ്സേജ് വരുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഈ ജോലിയുടെ കാര്യത്തെപ്പറ്റിയും ഇവിടുത്തെ സാലറിയുടെ കാര്യത്തെയൊക്കെ പറ്റി. അപ്പോൾ അതിൻ്റെ അകത്ത് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ 3.5 ലക്ഷം രൂപ സാലറി എന്നൊക്കെ നാട്ടിൽ നിന്ന് ഏജൻസികൾ പറഞ്ഞു വിടും. ഈ 3.5 ലക്ഷം രൂപ സാലറി നിങ്ങൾ കയ്യിൽ കിട്ടുന്ന സാലറി ആണെന്ന് കറക്റ്റായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പം പറ്റേണ്ടതെന്ന് വെച്ചാൽ ഈ 3.5 ലക്ഷത്തിൽ നിന്ന് ടാക്സും പോയി, അപ്പാർട്ട്മെൻറ്റ് കാശ്, പിന്നെ ഇവിടുത്തെ ജീവിത ചെലവ്, പിന്നെ ഈ സൂപ്പർ മാർക്കറ്റിലെ കാശ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് വളരെ തുച്ഛമായ എമൗണ്ട് ആയിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അത് നമുക്ക് സേവിങ്സ് ഒന്നും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ ഈ ജോലി തരാമെന്ന് പറഞ്ഞ ഏജൻസികളുടെ അടുത്ത് കറക്റ്റായിട്ട് കയ്യിൽ എത്ര സാലറി കിട്ടുമെന്നും കൂടെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാൻ. ഇപ്പോൾ ബെർലിൻ, മ്യൂണിക്ക്, ഫ്രാങ്ക്ഫർട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങൾ താമസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പെൻസീവാണ്. കയ്യിൽ നിന്ന് നല്ലോണം പൈസ കിട്ടും. ചിലപ്പോൾ ഒരു 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയൊക്കെ ഏജൻസിക്ക് കൊടുത്തായിരിക്കുള്ളൂ ഓരോന്നൊക്കെ കയറിങ്ങടെ വന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതും കൂടെ സംഭവിച്ച് കഴിയുമ്പോൾ ആകെ പരിപ്പിളകും. അപ്പോൾ നോക്കിയിട്ടൊക്കെ ഇങ്ങോട്ട് വരാം. വെറുതെ വന്ന്
പെട്ടരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. മച്ചാരെ നമ്മളേ ഈ ടർക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഈ മീറ്റൊക്കെ മേടിക്കാറ്. ഇവിടെ നമുക്ക് നല്ല മീറ്റ് കിട്ടും. അതായത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന നെയ്യുള്ള ബീഫില്ലേ, അത് ശരിക്കും പറഞ്ഞ ഇവിടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാറില്ല. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഈ നെയ്യുള്ള ബീഫൊക്കെ നമുക്ക് മേടിക്കുന്നത്. ഗൈസ് ഇവിടെ മറ്റേ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ, ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് റോഡ് പണിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇവിടെ റോഡ് പണി നടന്നിട്ടും ഈ റോഡുകൾ അവർ ചേഞ്ച് ചെയ്ത് വിടണുണ്ടോ കറക്റ്റായിട്ട്. ഇവിടെ നല്ല ബ്ലോക്കൊന്നും ഇല്ലാതെ കറക്റ്റ് സൂപ്പറായിട്ട് മാറി ഈ സാധനമൊക്കെ ഡീൽ ചെയ്യും. ഫോൺ വഴിക്കണ്ടത് ഐസ് മെൽറ്റായിട്ട് വെള്ളമാണുണ്ടോ, അതൊക്കെ വെള്ളമായിക്കൊണ്ടിരിക്കണം. അപ്പം നമ്മളിപ്പോൾ എൻ്റെ ടർക്ക് സ്റ്റോറിൽ എത്തിയിട്ടോ. ഇവിടെയാണ് ഈ മല്ലിയിലയും പുതിനയിലയും കിട്ടുള്ളൂ, വേറെ എങ്ങും ഈ സാധനം കിട്ടാറില്ല. അപ്പം ബിരിയാണിയൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആകെ ആശ്രയം ഇവന്മാർ മാത്രമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇവന്മാരിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. ഈ നെയ്യുള്ള ബീഫ്, ഈ നെയ്യില്ലാത്ത ബീഫ്, ഈ ഇരിക്കണൊക്കെ നെയ്യില്ലാത്ത ബീഫാണ്, ഇത് നെയ്യുള്ള ബീഫ്. പിന്നെ ഈ മിൻസ് മീറ്റ് ഇവിടുത്തെ മെയിൻ സാധനം. ഇതിവിടെ ജർമ്മൻ സൂപ്പർ മാർക്കറ്റിലും കിട്ടും ഈ, പക്ഷേ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ മാത്രമാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. കണ്ട ഈ ഫാറ്റുള്ള ബീഫിന് ആകെ €8 ഉള്ളൂ. നമ്മൾ തിരിച്ച് പണ്ണിലെത്തി ബീഫ് അരിഞ്ഞിട്ട് അങ്ങോട്ട് പുഴുക്കാം. ഇതാണ് നമ്മൾ മറ്റേ നെയ്യുള്ള ബീഫ് കിട്ടും. ഇത്ര നെയ്യുണ്ട് ഈ ബീഫിന്. ഇന്ന് ഉച്ചക്ക് നമുക്ക് ബീഫ് കറി ഉരുളൻകിഴങ്ങാണ്. ഇതിൻ്റെ ഉരുളൻകിഴങ്ങ് കൂടുതലിടണം, അതാണ് നമ്മുടെ എയിം. കമോൺ. സൂപ്പർ ശങ്കൻ ഇങ്ങനെ ഒട്ടിക്കുക. സൂപ്പർ ശങ്കൻ ഫർശങ്കൻ എന്ന് വെച്ചാൽ ഗിവ് അവേ. നമ്മൾ ഈ സാധനം ഗിവ് അവേ കൊടുക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിത് രണ്ടും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളിത് ഗിവ് അവേ തരുന്നതാണ്. എന്നിട്ട് ഇതുകൊണ്ട് പുറത്ത് നോക്കണം, അതാണ് നമ്മുടെ അടുത്ത പരിപാടി. സൂപ്പർ ശങ്കൻ ജാരഹാഹു. കമോൺ ഗൈസ്, ഈ സാധനം കൊണ്ട് ഗിവ് അവേ കൊടുത്തിട്ട് വരാം. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. അച്ഛന്മാരെ ഈ മെറ്റൽ കിടക്കണുണ്ടോ, ഇതിവിടെ ഐസ് വീണോണ്ടേ തീറ്റി വീഴാണ്ടിരിക്കാൻ വേണ്ടി ഇട്ടാക്കണം മതി. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള റോഡ് സൈഡിൽ ഇങ്ങനെ വെക്കണം. സ്ട്രീറ്റിൽ നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ഫർശങ്ക് എന്നുള്ള ലേബിൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ആവശ്യമുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോയിക്കോളും. ആവശ്യക്കാർ എടുത്തുകൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഫോളോ അപ്പ് ചെയ്യണം. നാളെ ഒന്ന് നോക്കുമ്പോൾ ഇത് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു കൊണ്ടുപോയിട്ട് ഇത് വേസ്റ്റ് ഡിസ്പോസൽ സ്ഥലം ഉണ്ട് ഇവിടെ. ഓരോ അപ്പാർട്ട്മെൻറ്റിന് അവരുടേതായിട്ടുള്ള ഡിസ്പോസൽ സ്ഥലം ഉണ്ടാവും, അവിടെ കൊണ്ടുവെക്കണം. അങ്ങനെയാണ് ഇതുപോലുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ ഇവിടെ ഒഴിവാക്കേണ്ടത്. അല്ലാതെ ഇവിടെ വഴിയിലും പറമ്പിലൊക്കെ ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റൂല. നമ്മൾ ചോറെടുക്കാൻ പോകുന്ന ബ്രോക്കൺ ബസ്മതിയാണ് കുക്ക് ചെയ്യുക. അത് പെട്ടെന്ന് എളുപ്പത്തിൽ പരിപാടി. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ബീഫ് മുറിലൊക്കെയാണ് പൊളി സാധനമാണ്. ദിസ് ഈസ് അവർ ലഞ്ച് ഗൈസ്, ദിസ് ഈസ് അവർ ലഞ്ച്. ബീഫ്, റൈസ് ആൻഡ് ബീട്രൂട്ട്. നമ്മുടെ ഫുഡ് ഡേജിലാണ് വന്നേക്കുന്നത്. സെൻസിറ്റിവിറ്റി വീഡിയോ വിടാം. പല്ല് വെളുത്ത ഗൈസ്. ഈ ആയത് നമ്മൾ സ്നെയിലിൻ്റെ തീറ്റ മൂത്തേക്കാം, അതാണ് പരിപാടി. ഇത് സ്നെയിൽ യൂസ് ചെയ്യാനാണ്, സ്നെയിലിൻ്റെ തീറ്റ. വാ മുടിയില്ലെങ്കിൽ നമ്മൾ പണിയെടുത്ത് കഴിയും. എന്നിട്ട് നമ്മൾ 30 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. എൻ്റെ ഇവിടെ 30 സെക്കൻഡ് മണിക്കൂട്ടി ഓർഡർ നോക്കി നെയിലിൻ്റെ തേക്കാൻ പറ്റിക്കേണ്ട നമ്മൾ ഫേസ് ക്രീം തേക്കാം. ഈ തണുപ്പത്തൊക്കെ തേച്ചിങ്ങനെ മുഖം ചുറ്റി കുടുങ്ങി ആരും തിരിഞ്ഞു നോക്കില്ല. ഇത് നമ്മൾ മുടിയേക്ക് ഇത് പുറത്തേക്ക് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ചർമ്മക്കാരിൽ നമ്മൾ നോക്കും, അല്ലെങ്കിൽ പഠിച്ചാലും തിരിഞ്ഞു നോക്കില്ല. ഗോൾഡൻ എങ്ങനെയുണ്ട്, സുന്ദരനായില്ലേ? ഓക്കെ, നൈസ് അല്ലേ? ഇതിന് €7 സൂപ്പർ സാധനം. ഇവിടെ വേറെ BMW കിട്ടുമ്പോൾ കേട്ടോ, BMW R1 അതിനത്രയാണ് €7. ഒരു കുരിപ്പാണി ഇവിടെ കിടന്ന ഒച്ചപ്പാടാണ് സാധനം മേടിച്ചു കൊടുക്കാൻ വേണ്ടി. അവൻ്റെ അമ്മയാണെങ്കിൽ എല്ലാം റിജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവനൊരു സാധനം കൊണ്ട് കൊടുക്കും, റിജക്ട് ചെയ്യും. ഇതൊക്കെ പുഷ്പയിൽ മരം കൊണ്ടുപോകണ വണ്ടി. ജർമ്മനിയിൽ വരെ അറിയപ്പെട്ടു പുഷ്പ 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 പുഷ്പ. ഇവിടെ മിക്ക കടകളിലും ഇതുപോലെ പിയാനോ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അറിയാവുന്നവർക്ക് ഇങ്ങനെ വന്ന് വായിക്കാം. മറ്റേ നമ്മൾ 16 Pro മേടിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഈ സീന്ന് നമുക്ക് നമ്മുടെ മൈക്കിലേക്ക് കുത്താനുള്ള ലൈറ്റിനിങ് കേബിൾ ഇല്ല. അപ്പോൾ അത് മേടിക്കാൻ വന്നാണ് €10 പറഞ്ഞത്. ബാ അപ്പോൾ അത് മേടിച്ച് കമാൻ. മറ്റേ ഈ സാധനമൊക്കെ മറ്റേ ലക്ഷറി സ്പ്രേകളാണ്. നൈസായിട്ട് ഇവിടെ വന്നിട്ട് നമ്മളിങ്ങനെ സ്പ്രേ അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ആ മണം വരും. നമ്മുടെ ജാക്കറ്റുമേക്ക് ഈ മസാലയുടെ സ്മെല്ലായിരിക്കും. അപ്പോൾ ആ മസാലയുടെ സ്മെല്ല് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ നല്ല ബ്രാൻഡുകളായി കയറിയിട്ട് ഇങ്ങനെ അടിച്ചിട്ട് ടെസ്റ്റ് അങ്ങനെ അടിക്കൂലേ, കടലാസം അടിക്കാം. അപ്പോൾ നല്ല മണം ഉണ്ടാവും. എന്നിട്ട് ഈ സാധനം എടുത്ത് നമ്മുടെ കൂട്ടിൻ്റെ പോക്കറ്റിലിടണം. അപ്പോൾ ആ മണം അതിനകത്ത് ഉണ്ടാവും. ഇത് എല്ലാ ആഴ്ചയും നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഗൈസ്, നമ്മുടെ ഇനി അടുത്ത പരിപാടി കുക്കർ ബിരിയാണി. ഇതും കൂടി കഴിഞ്ഞ് നമ്മുടെ വീഡിയോ അതിൻ്റെ പൈനാണ്. ഇത് ഉണ്ടാക്കി അത് മുഴുങ്ങി കഴിഞ്ഞാൽ പരിപാടി മല്ലിച്ചപ്പ് പുതിയ സ്വാഹ. ഗൈസ്, ബിരിയാണി റെഡി ഗൈസ്. കുക്കർ ബിരിയാണി. ഈ ബിരിയാണി കഴിഞ്ഞാൽ പിന്നെ കിടന്ന് ഉറങ്ങണം. അതാണ് നമ്മുടെ പരിപാടി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചൂസ്.